ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യാത്മരാമായണം ബാലകാണ്ഡം. ഞാൻ നിവേദ്യ. ഞാൻ ഇന്നിവിടെ രാമായണത്തെ പറ്റിയാണ് പറയുന്നത്. രാമായണം കാലാനുവർത്തിയായ മഹാകാവ്യം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും പൗരുഷത്വത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായ മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ്റെ ജീവചരിതം. അറിയുകയും അടുക്കുകയും പഠിക്കുകയും വേണ്ട രാമായണത്തെ നാം ഓർക്കുന്നത് ആണ്ടിലൊരിക്കൽ കർക്കിടകം വരുമ്പോൾ മാത്രമാണ്. സഹ്യന്റെ മടിത്തട്ടിൽ തലചായ്ക്കുന്ന കേരള ഭൂമിക്ക് കർക്കിടകം അത്ര നല്ല മാസമല്ല. ദാരിദ്ര്യത്തിൻ്റെയും കെടുതിയുടെയും രോഗതാപത്തിൻ്റെയും മാസം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ഞമാസം. രാമായണ മാസം കൂടിയായ കർക്കിടകം മനസ്സിനെ ശുദ്ധമാക്കുന്നു. ഈ മാസത്തിൽ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഋതുക്കൾക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കർക്കിടകത്തിൽ രാമായണ പാരായണം ചെയ്യുന്നത്. നന്ദി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹരേ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹനമോസ്തുതേ. കവിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന്റെ പൂർവിക അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിക്കുകയോ, ഒരു കാട്ടാളനായിരുന്നു. ആ കാട്ടാളൻ നിത്യവും ആൾക്കാരെ നിന്ന് പിടിച്ചു പറിച്ച് കൊള്ളയടിച്ചും മോഷണം ചെയ്തും കൊണ്ടുവരുന്ന വസ്തുക്കൾ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ, കാട്ടാളനാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ പേര് രത്നാകരൻ എന്നായിരുന്നു. അങ്ങനെ സപ്ത ഋഷികള് കടന്നു വരുമ്പോൾ ആ മുനിമാരെ പോയി ഉപദ്രവിക്കുകയും അവരുടെ വസ്തുക്കളെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആ മുനിമാർ ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹത്തെ അല്പമൊന്ന് ചിന്തിപ്പിച്ചു. കാരണം നീ ചെയ്യുന്ന ഈ പാപങ്ങളൊക്കെ, നീ പിടിച്ചു പറിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സ്വത്തുക്കളും വസ്തുക്കളും കഴിക്കുന്ന അവർ, നീ ചെയ്ത പാപം കൂടി എടുത്തു നോക്കും, നീ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവരോട് അന്വേഷിക്കുക എന്ന് പറയും. അത് ശരിയാണല്ലോ എന്ന് ആലോചിച്ച രത്നാകരൻ തന്റെ കുടുംബത്തിൽ ചെന്ന് തന്റെ മക്കളോടും ഭാര്യയോടും ചോദിച്ചു, ഞാനിങ്ങനെ പലരെയും ഉപദ്രവിച്ചു, വസ്തുക്കളൊക്കെ പിടിച്ചു പറിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിനും ഒക്കെ കൊണ്ടു തരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോൾ ഈ ഋഷിമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പാപഭാരം അതിന്റെ പങ്കും കൂടെ നിങ്ങൾ കൈപ്പറ്റുമോ എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ്? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിക്കണം, അല്ലാതെ ഞങ്ങളത് പുറത്തെടുക്കും. ഇതല്ലേ നമ്മുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നടക്കുന്നത്? നാം കഷ്ടപ്പെട്ടും യാതന അനുഭവിച്ചും ഉണ്ടാക്കി കൊടുക്കുന്ന വസ്തുക്കൾ തന്റെ മക്കൾ സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ അവർക്ക് വയസ്സാങ്കാലത്ത് ഈ അച്ഛനോ അമ്മയ്ക്കോ നേരിടുന്ന ദുഃഖങ്ങളെ എന്തെങ്കിലും ഏറ്റെടുക്കുവാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. ഇവിടെ രത്നാകരൻ പിടിച്ചു പറിച്ചും മോഷണം ചെയ്തും കൊണ്ട്
ആ വസ്തു കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയും മക്കളും താൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം താൻ തന്നെ ഏറ്റെടുക്കുക, അല്ലാതെ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുമ്പോൾ സ്വാർത്ഥത കൈവെടിഞ്ഞുകൊണ്ട് സ്വയം അവനവനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അല്ലാതെ നാം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള ഏതെങ്കിലും ഒരു ജീവജാലത്തിന് രോഗം ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സ്വത്തുക്കളും വകകളും അത് എന്നും നിനക്ക് അപകടകാരിയായിരിക്കുമെന്നുള്ള സന്ദേശമാണ് രത്നാകരനോട് നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ ഈ ഭാര്യയും മക്കളും ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും രത്നാകരൻ തിരികെ ഈ സപ്തർഷികൾ നടന്നു വരുന്ന വഴിയിലേക്ക് കടന്നിരുന്നു. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് അവർ പറയുന്നത്, ഞാൻ ഈ മോഷണം ചെയ്ത് കൊണ്ടുവന്ന വസ്തുക്കൾ കഴിക്കുന്നു, അവർക്ക് പാപം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഇതിനുള്ള ഉപാധി കൂടി പറയണം. ഈ പാപമാനം ഞാൻ എന്നിൽ നിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് ഋഷിമാർ കൊടുത്ത അതാണ്, നീ നിത്യം രാമരാമയെ ജപിക്കുക. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു, രാമനാമം ജപിക്കാൻ അറിയില്ല. പിന്നെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് മരം 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 എന്ന് പറഞ്ഞ് അത് രാമരാമ എന്ന്. ഇപ്പൊ രാമരാമ ആയത് അങ്ങനെയാണ്. അങ്ങനെ എത്ര വർഷം സഹസ്രയുഗം കഴിയുമ്പോഴോളം അവിടെ ഇരുന്ന് ഇങ്ങനെ രാമരാമയെ ജപിച്ചു. ആ ജപിച്ച രത്നാകരൻ കാലക്രമേണ പുറ്റുകൊണ്ട് മൂടപ്പെട്ടു. എത്രയോ വർഷങ്ങളോളം രാമനാമം ജപിച്ചപ്പോൾ അദ്ദേഹം ആ പുറ്റാൽ മൂടപ്പെട്ടു. ഋഷിമാര് വീണ്ടും തിരിച്ച് നടന്നു വന്നപ്പോൾ ഈ ഒരു മൂളക്കം അല്ലെങ്കിൽ ഒരു അനക്കം മാത്രം കേൾക്കുന്നു. അത് കണ്ട് അവർ പുറ്റുപൊളിച്ചപ്പോൾ അതിനുള്ളിൽ വളർന്ന് പുറ്റാൽ മൂടപ്പെട്ടിരുന്ന ആ ഋഷീവരൻ പുറപ്പെട്ടു. അന്ന് മുതൽ അവർ അനുഗ്രഹം കൊടുത്തു, നീ ബ്രഹ്മജ്ഞനായി പഠിക്കുക. ഇതിൽ നിന്നും ഒരു തത്വം നാം പഠിക്കേണ്ടത്, ഏതൊരു വിദ്യാഭ്യാസം ഡിഗ്രിയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏത് സമ്പത്ത് നേടിയാലും ആത്മജ്ഞാനം നേടാതെ ഒരു വ്യക്തിക്കും ഈശ്വരിലേക്ക് അടുക്കുവാൻ കഴിയില്ല എന്നാണ് ഈ രത്നാകരനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും താൻ തൻ്റെ ഏകാഗ്രതയിലേക്ക് എത്തിച്ചേർന്നാൽ ആ ഏകമന്ത്രം കൊണ്ട് തനിക്ക് ബ്രഹ്മജ്ഞനാകാൻ കഴിയുമെന്ന് ആദികവിയായ വാത്മീകിയിലൂടെ ആ വാത്മീകത്തെ ആ പുറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന അദ്ദേഹത്തെ വാത്മീകി എന്ന് വിളിക്കപ്പെട്ടു. ആ വാത്മീകിയാണ് ഈ കാവ്യം രചിക്കപ്പെട്ടത്. അങ്ങനെ വാത്മീകി എഴുതപ്പെട്ട ആ കാവ്യം, യാതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുക്കാത്ത വാത്മീകി എഴുതപ്പെട്ട ആ കാവ്യം ഇന്ന് നമ്മുടെ ഗവേഷണത്തിന് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ മലയാളത്തിന് PhD എടുക്കുന്നത് എന്ന് വേണ്ട കവിതകൾ രചിക്കപ്പെടുന്നത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പരിശോധിച്ച് അദ്ദേഹം 35 പ്രാവശ്യം ഈ രാമായണം വായിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കവിത രചിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇത്രയധികം പദപ്രാസത്തോടുകൂടി ഇത്രയധികം മലയാള വാക്യങ്ങളോട് കൂടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു സംസ്കൃത കൃതിയാണെങ്കിലും അതിനെ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത്. ആ എഴുത്തച്ഛൻ ആണ് ഇതിന് ആധ്യാത്മികത കൊടുത്തതും ഭക്തിമാർഗേണ എഴുതപ്പെട്ടത്. അങ്ങനെ ഭക്തിമാർഗേണ എഴുതപ്പെട്ട രാമായണമാണ് അധ്യാത്മരാമായണം. വാൽമീകി എഴുതപ്പെട്ട രാമായണം സംസ്കൃതത്തിലാണ്. ധർമ്മിഷ്ഠനായ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് വാൽമീകിയുടെ രാമായണത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് അധ്യാത്മിക രാമായണത്തെ ബേസ് ചെയ്ത് വേണം നോക്കാൻ. അധ്യാത്മിക രാമായണം എഴുത്തച്ഛൻ എഴുതപ്പെട്ടത് ഭക്തിമാർഗേണയാണ്. സാധാരണ ജനങ്ങളിലെ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്തുവാൻ വേണ്ടുന്ന മാർഗം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അനേകം ഗ്രന്ഥങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യ വേദങ്ങൾ 4 ആ വേദത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് ശാസ്ത്രങ്ങളിൽ നിന്നുകൊണ്ട് അടുത്ത ഉപനിഷത്തുകളും നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുമ്പോൾ അതിന് കഥകളിലൂടെ പുരാണങ്ങളിലൂടെ കാണിക്കപ്പെടും. ആ പുരാണങ്ങളോടൊപ്പം തന്നെ ഇതിഹാസങ്ങളിലാണ് രാമായണം ഉൾപ്പെടുത്തി വരുന്നത്. അപ്പോ സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രൂപത്തിൽ രചിക്കപ്പെട്ട ഒന്നാണ് ആധ്യാത്മിക രാമായണം.
ഇത് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആദ്യം തന്നെ കാണാവുന്നത് ചോദ്യോത്തരവുമാണ് എന്നുള്ളതാണ്. കാരണം ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നാം ഇരിക്കുന്നത് പോലെ ശിവൻ പാർവതിക്ക് ഈ കഥ കേൾക്കണം എന്ന് അത്യാഗ്രഹം ഉണ്ടായതുകൊണ്ട് ഉമാമഹേശ്വര സംവാദം എന്നാണ് ആ കാലഘട്ടത്തിലേക്ക് പറയുന്നത്. അങ്ങനെ പാർവതി ദേവിക്ക് പരമശിവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥ. അതാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. അവിടെ ഇത് നിരന്തരം പാരായണം ചെയ്താൽ എന്തൊക്കെ ഗുണം കിട്ടും, ഇത് നിത്യേന വായിക്കുന്ന കുട്ടികൾക്കായിരുന്നാലും അല്ലെങ്കിൽ അവരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്താൽ എന്ത് ഗുണം കിട്ടും, പിതൃഘാതകൻ മാതൃഘാതകൻ ഭോഗി തുടങ്ങി എന്ത് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരും ഇത് നിത്യ രാമമന്ത്രം ജപിച്ചാൽ മുക്തി നേടാൻ കഴിയും. അത് ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ ഏതൊരു മനുഷ്യനും ഈ നിൽക്കുന്ന ലെവലിൽ നിന്ന് അധ്യാത്മജ്ഞാനത്തിലേക്ക് ഉയരുവാൻ രാമായണം പൂർണ്ണമായി പിന്തുണയ്ക്കും എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് എങ്ങനെയൊക്കെ ആകണം, അതിൽ നിന്നും നാം എങ്ങനെ ഉൾക്കൊള്ളണം, അതിലെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ദൃഷ്ടാന്തരങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ദേശങ്ങളിലെല്ലാം പണ്ടൊക്കെ ഇവിടെ ഓരോ കുടുംബത്തിലും പാരായണം, എൻ്റെ കുടുംബത്തിൽ തന്നെ ഏതാണ്ട് ഒരു 10-20 വർഷക്കാലം രാമായണം വായിക്കുകയും പട്ടാഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. അന്നൊക്കെ ഒരു പരിധിവരെ കുടുംബത്തിലുള്ള സ്ത്രീകൾ കൂടെ വന്നിരുന്ന അഹോരാത്ര പാരായണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യിപ്പിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം ഏകാദശി ദിവസങ്ങളിൽ നിരന്തരം പാരായണം ചെയ്യുന്നവരുണ്ട്. സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ദിവസത്തിൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഉറക്കം ഇളച്ചിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു വ്രത അനുഷ്ഠാനത്തോടു കൂടെ പാരായണങ്ങൾ ചെയ്യുകയും ആ കഥകൾ കേട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് കാലം അങ്ങോട്ട് കടന്നുപോയപ്പോ മനുഷ്യന് ക്ഷമ എന്നൊരു പരിധി ഇല്ലാതായി. ആ ക്ഷമയില്ലാതായപ്പോ എളുപ്പോളം രാമായണം വായിച്ചാൽ കേട്ടോണ്ടിരിക്കാനൊന്നും ആരുമില്ല തന്നെ. അത് കേട്ടാൽ തന്നെ സീതയുടെ ഭർത്താവ് ആരെന്ന് ചോദിച്ചാൽ രാവണൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. കാരണം അത് ശ്രദ്ധിക്കപ്പെടില്ല. ആ ശ്രദ്ധിക്കാതെ ഇരിക്കുകയും അതിൻ്റെ കാലക്രമേണ ഉള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കാനും കഴിയാതെ അങ്ങനെയുള്ള അഹോരാത്ര പാരായണങ്ങളെല്ലാം അവസാനിക്കും. ഇപ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം പാരായണം നടക്കാറുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. പാരായണം ചെയ്യുന്നതിൽ അത്രയധികം വലിയ കാര്യമൊന്നുമില്ല. കാരണം പാരായണമല്ല അതിൻ്റെ പ്രാതിനിധ്യം. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ആ രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിൽ ആരാണ് ഞാൻ എന്നൊറ്റ ചോദ്യമാണ്. രാമനാണോ, സീതയാണോ, മന്ദരയാണോ? ആലോചിക്കുക. രാമനാണെങ്കിൽ ആ രാമന്റെ ധർമ്മം എന്തൊക്കെയായിരുന്നു? സീതയാണെങ്കിൽ ആ സീതയുടെ ധർമ്മം എന്തായിരുന്നു? ഹനുമാനാണെങ്കിൽ ഹനുമാന്റെ ധർമ്മം എന്തായിരുന്നു? ഇങ്ങനെ ഓരോ കഥാപാത്രത്തെയും എടുത്ത് ഒരു വിശകലനം നാം ചെയ്യണം. എന്നിട്ട് അതായി തീരണം നമ്മൾ. അതാണ് രാമായണം എന്ന് ഉദ്ദേശിച്ചത്. രാമായണം നിരന്തരം പാരായണം ചെയ്യുക. അപ്പോൾ അജ്ഞത മാറി ഞാൻ ഉടലെടുക്കും. അപ്പോ കർക്കിടകത്തില് നമ്മളിതായി ആചരിക്കുന്നു. കർക്കിടക മാസത്തില് ഇത് ഇപ്പൊ ഈ ഒരു മാസം തീർന്നാൽ കൊണ്ടുപോയി പൊതികെട്ടി വെക്കും. അടുത്ത കർക്കിടകത്തിൽ പൊക്കിയെടുത്ത് തട്ടിക്കുടഞ്ഞ് പാരായണം ചെയ്യും. പാരായണം സ്വാഭാവികമായിട്ട് ഏതോ ഒരു സിനിമയിൽ ദിലീപ് വായിക്കുന്നത് പോലെ നമ്മളങ്ങ് വെച്ചു പോകും. അതുകൊണ്ടൊന്നും ഇതിനകത്ത് നാം ഉദ്ദേശിക്കുന്ന ശുദ്ധി നേടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ആ പദവിയെ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ താൻ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണം. ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണമെങ്കിൽ നിരന്തരമായ പഠനം വേണം. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിത്യവും ശരീരശുദ്ധിയ ആചാര്യോപാസനം. ഈ അറിഞ്ഞവനോട്, ഇത് പഠിച്ചവനോട് അല്പമൊക്കെ കൂടെ കേട്ടും കൊണ്ടുവേണം പഠിക്കാൻ. സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആചാര്യോപാസനം വേണം. ആ ഒരു ആചാര്യനെ കണ്ടെത്തണം. ഇത് പഠിച്ചിട്ടുള്ളവരാകട്ടെ ആ വഴികളിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തിയെ തന്റെ ആചാര്യനായി സ്വീകരിച്ചുകൊണ്ട് രാമായണം നിരന്തരം വായിക്കാം. ഇനി ഈ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ആള് രാമന്റെ പിതാവായ ദശരഥനാണ്. ഈ ദശരഥൻ ശരിക്കും അസ്ത്രവിദ്യയിലും മറ്റ് എല്ലാ വിദ്യകളിലും രാജ്യഭരണകാര്യത്തിലും ഒക്കെ അതീവ പണ്ഡിതനും അതുപോലെ തന്നെ അതിലുപരി അഗ്രഗണ്യനുമായിരുന്നു. പക്ഷേ
ദശരഥന് അവിടെ ഇതൊക്കെ ആയിരുന്നുവെങ്കിലും സ്ത്രീ ഒരു കുഴപ്പമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഭാര്യയല്ല, 3 ഭാര്യമാരാണ് ദശരഥനുണ്ടായിരുന്നത്. ആദ്യത്തെ ഭാര്യ കൗസല്യ, രണ്ടാമത് സുമിത്ര, മൂന്നാമത് കൈകേയി. 3 ഭാര്യമാരാണ്. അപ്പൊ അവിടെ ഒരു ഭാര്യയെ നയിക്കാൻ തന്നെ പാടുപെടുന്ന ഈ സമൂഹത്തിൽ 3 ഭാര്യ ഉണ്ടായിരുന്ന ഒരാളുടെ ചരിത്രത്തെ ഒന്ന് പരിശോധിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ കൈകേയി അതീവ സുന്ദരിയായിരുന്നു. ആ കൈകേയിക്ക് കന്യാദാനമായിട്ടാണ് അയോധ്യ നൽകപ്പെട്ടത്. അപ്പോൾ അതിന്റെ അധിപനായിരുന്നു ദശരഥൻ. അങ്ങനെ രാമന് അഭിഷേകത്തിന് തീരുമാനിച്ചു. രാമൻ ആരുടെ പുത്രനായിട്ട്? കൗസല്യയുടെ പുത്രനാണ്. അപ്പൊ കൗസല്യയുടെ പുത്രൻ രാമനെ രാജ്യാഭിഷിക്തനായി തീരുമാനിച്ച ദശരഥൻ കൈകേയിയോട് ഒട്ടും ആലോചിച്ചില്ല, മറ്റു കാര്യങ്ങളോടും ആലോചിച്ചില്ല. സ്വയം തീരുമാനം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ അവിടുത്തെ കുടുംബനാഥൻ തീരുമാനം എടുത്തു. രാമനെ രാജ്യാഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സഹോദരിമാര് ആണ് മറ്റു രണ്ടുപേരും അവരുടെ പുത്രന്മാരാണ്, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കൈകേയി സമാധാനപ്പെട്ടുകയെങ്കിലും അതിന്റെ ഇടയിൽ ഒരാൾ കടന്നു വന്നു, മന്ദര. ആ മന്ദര കൈകേയി സ്ക്രൂ കയറ്റുന്നു. ഈ മന്ദരമാരെ നമുക്ക് നമ്മുടെ ഇടയിൽ അനേകമായി കാണാം. ഒന്ന് പരിശോധിച്ചാൽ ഏതൊരു 5 സ്ത്രീകൾ കൂടിയാൽ, സ്ത്രീകളെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, 5 സ്ത്രീകൾ കൂടിയാൽ അതിൽ കോട്ടങ്ങൾ കണ്ടുപിടിക്കുവാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് കണ്ടുപിടിക്കാൻ അവരുടെ ജന്മസിദ്ധമായ ഒരു കഴിവായിരിക്കാം എന്ന് നമുക്ക് പറയാം. എല്ലാവരും അങ്ങനെയാണെന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും ഇത് ഈ 3 അമ്മമാർക്കും തോന്നാത്ത ഒരവസ്ഥ ആ അവിടത്തെ വേലക്കാരിക്ക് അല്ലെങ്കിൽ ആ ദാസിക്ക് തോന്നി. അവർ ഈ കൈകേയിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: നിന്റെ പുത്രനെ രാജ്യാഭിഷേകം നടത്തണമെന്ന് നീ ആഗ്രഹിക്കണം. ഇതാ കൗസല്യയുടെ പുത്രനായ രാമനെ ഇവിടെ അഭിഷേകം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ ഒന്നും അറിയാത്തവളായി ഈ മൂലയിൽ കിടന്നു ഉറങ്ങും. അതുപോലെ അത് കുഴപ്പമില്ല, കാരണം എന്റെ ജ്യേഷ്ഠതയുടെ പുത്രനാണ്, രാമനോളം സ്നേഹം എനിക്ക് മറ്റാരോടുമില്ല. അതുകൊണ്ട് രാമൻ തന്നെ രാജ്യത്തിന്റെ ഭരണാധികാരിയാകട്ടെ. ആ രാമനോട് എനിക്ക് യാതൊരു ദുഃഖമായിരുന്നില്ല. ഇല്ല ദുഷ്ടേ മൂടെ ദുർഗേ, നീ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങി. ഞങ്ങൾക്ക് നാളെ നീ ആരുടെ ദാസിയാകേണ്ടി വരും? തീർച്ചയായിട്ടും നീ കൗസല്യയുടെ ദാസിയാകേണ്ടി വരും. നിന്റെ പുത്രന്, കാരണം രാജ്യമാരാണ് നിന്റെ അച്ഛൻ നിനക്ക് കന്യാദാനമായി തന്നു കഴിഞ്ഞു. അപ്പൊ അവിടെയാണ് ഈ കൗസല്യയുടെ പുത്രൻ ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇളക്കി വിട്ടപ്പോൾ അവിടെ സ്ത്രീ സ്വഭാവത്തില് തീർച്ചയായും ഒരു പോറൽ ഇട്ടു. ആ അവസ്ഥ കൈകേയിയെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ സമയത്തിങ്കൽ ദശരഥൻ രാജ്യഭാരം ഏറ്റെടുത്ത രാജ്യത്തിലെ ഭരണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ മന്ദര കൈകേയിയോട് പറഞ്ഞു കൊടുക്കുകയാണ്: ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് തലമുടിയേക്ക് കുഴച്ച് അങ്ങനെ ഒരു ദുഃഖ അവസ്ഥയിൽ നീ ഈ ഭർത്താവ് വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞു. ആ അവസ്ഥ നമുക്ക് ഒന്ന് പരിശോധിക്കാം. നാം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ മുടിയും കുറച്ചിട്ട് കണ്ണുനീരും വെട്ടി ഗൗരവഭാവത്തോടെ നമ്മെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ ഇവിടെ ദശരഥൻ: എന്താണ് എൻ്റെ പ്രിയപത്നി ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിക്കാൻ കാരണം എന്നൊക്കെ വളരെ അടുത്ത് പോയി ചോദിച്ചിരുന്ന സൗമ്യമായി ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരവൊക്കെ വളരെ ഭയാനകമായിരുന്നു. അത് വായിച്ചു. അപ്പൊ ഇങ്ങനെ കൈകേയിയുടെ ഭാഗത്തിൽ നിന്ന് ഇത്രയധികം ദുഃഖം തന്റെ ഭർത്താവിനെ അത്രയധികം സ്നേഹിച്ചത്. കാരണം പായസം ആ കഥയിലോട്ടൊന്നും പോണില്ലായിരുന്നു, ഒരുപാട് സമയം എടുക്കാം. പായസം കെട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം കൗസല്യയ്ക്കും പിന്നെ കൈകേയിക്കുമാണ് കൊടുത്തത്, സുമിത്രയ്ക്ക് കൊടുത്തു. സുമിത്ര മൗനിയായിരുന്നു, യാതൊരു കാര്യത്തിലും പ്രത്യേക ഒന്നുമില്ല. എന്താണോ തീരുമാനിക്കുന്നത് അങ്ങനെ ആകട്ടെ എന്നായിരുന്നു സുമിത്രയുടെ തീരുമാനം. പക്ഷേ കൈകേയിയുടെ കൈയിലേക്ക് കൊടുത്തത്
കഴിച്ചു. അങ്ങനെയാണ് ഈ ജനനം ഇവിടെ ഭരതന്റെ ജന്മം ഒക്കെ വരുന്നത്. നമുക്ക് ആ ജന്മത്തിലേക്ക് പോകണ്ട. എങ്കിലും തനിക്ക് തന്റെ അച്ഛൻ തന്ന ആ കന്യകാധനമായി തന്ന യോഗ്യ ലക്ഷ്മണ ഈ കൗസല്യ പുത്രൻ ധരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് അവർ ദശരഥനോട് വേണ്ട രീതിയിൽ ആ സന്തോഷഭാവം എല്ലാം കളഞ്ഞ് ദുഃഖം അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണിച്ചപ്പോൾ തന്നെ ഇത്രയധികം പ്രിയപ്പെട്ടവളായി തന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഭാര്യ ഇത്രയധികം ദുഃഖിക്കുവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചോദിക്കുന്നത്, ഭാര്യയോട് ആലോചിക്കാത്തതിന്റെ ഭവിഷ്യത്ത്. ഒരു കുടുംബത്തില് ഒരു പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീയോടുകൂടെ തുല്യ പങ്കായി നിൽക്കുമ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്യപ്പെടാത്തതിന്റെ ഭവിഷ്യത്ത്. താൻ ഏകാധിപതിയായി എടുത്ത തീരുമാനത്തെ ഇവിടെ പ്രിയപ്പെട്ട ഭാര്യ എതിർക്കും. അത് പുണ്ണിൽ കൊള്ളി വയ്ക്കും പോലെ പുണ്യമില്ലാതെ ചില എന്ന് പറയുന്ന ഒരു വാക്യത്തിലേക്ക് പോകുന്നു. കാരണം രാമനെ വനവാസത്തിലേക്ക് അയക്കാൻ അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചിരുന്ന രാമനെ വനവാസത്തിലേക്ക് അയക്കുവാനാണ് കൈകേയിയുടെ തീരുമാനം. അത് എത്ര വർഷം? 14 വർഷം. അപ്പൊ ഇത്രയും പ്രിയപ്പെട്ടവനായ ഒരു മകനെ കാനനത്തിലേക്ക് പറഞ്ഞയക്കുവാൻ കൈകേയി ഭർത്താവിനോട് നിർദ്ദേശിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പുത്രനെ കാനനത്തിലേക്ക് പറഞ്ഞയക്കുവാൻ ആ പിതാവിന് എന്നൊന്നുമില്ലാത്ത ദുഃഖം മനസ്സിലുണ്ടായി. കാരണം രാമനോളം പ്രിയം മറ്റാരോടുമില്ല. അങ്ങനെയുള്ള രാമൻ വനവാസത്തിന് പോകണമോ എന്ന് നിനക്ക് ഒരു കൺസെഷൻ ഒന്നും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൺസെഷനും കൈകേയിക്ക് തയ്യാറായിരുന്നില്ല. അതും പോകണ എത്ര വർഷമാണ്? 14 വർഷത്തേക്ക് പോകണം. എന്തുകൊണ്ട് ഈ 14 വർഷം? നമ്മുടെ ഇന്നത്തെ റവന്യൂ നിയമം അനുസരിച്ച് 14 വർഷം വരെ ഒരാളെ കാണാതിരുന്നു കഴിഞ്ഞാൽ അയാൾ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ജീവിച്ചിട്ടില്ലതായിട്ടോ പ്രഖ്യാപിക്കപ്പെടും. ഇവിടെയും 14 വർഷം വനവാസത്തിന് പോയാൽ ആ 14 വർഷം കഴിയുമ്പോളം തിരിച്ചു വന്നാൽ ഒരു കാരണവശാലും രാമന് ഈ രാജ്യത്തിന്റെ അവകാശം ലഭിക്കില്ല. അതാണ് ആ 14 വർഷം തന്നെ എടുത്തത്. ഇന്ന് 14 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാൽ അങ്ങനെ കൈകേയി എടുത്ത തീരുമാനം പ്രകാരം തന്റെ ഭർത്താവിന് ഈ ലോകത്തിലെ എല്ലാ ആയുധ വിദ്യകളിലും അഭ്യാസ പ്രകടനങ്ങളിലും സർവ്വതിലും വിദ്യയിലും എല്ലാം പ്രഗത്ഭനായിരുന്ന ദശരഥൻ കേവലം ഈ ഭാര്യയുടെ മുമ്പിൽ അടിയറ പറയേണ്ട ഒരവസ്ഥ വന്നു. അവസാനം തന്റെ വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് രാമനെ വനവാസത്തിലേക്ക് അയക്കുകയും ഭരതനെ ഇവിടെ ഭരണനിമുന്നാക്കി ഭരിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇനി അങ്ങനെ രാമനെ തീരുമാനിക്കുമെങ്കിലും രാമൻ അതിൽ യാതൊരു വിധമായിട്ടുള്ള ദുഃഖവും ഇല്ല. ഇവിടെ നമ്മുടെ ഭരണാധികാരികൾ പഠിക്കേണ്ട ഒരു കാര്യം വരുന്നു. ഭരണം കൈമാറണം എന്ന് പറഞ്ഞാൽ 90 വയസ്സായാലും മാറിക്കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഈ ഭൂമിയിൽ രാമൻ ഭരിച്ചിരുന്ന കാലത്ത്, രാമനെ ആ യൗവനയുക്ത കാലത്ത് രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ച പിതാവിന് ഭാര്യ മാറ്റിവിട്ടപ്പോൾ ആ ദുഃഖം പിതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാമൻ അതൊരു ദുഃഖമേ ആയിരുന്നില്ല. അപ്പൊ രാമനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സുഖങ്ങളോടൊന്നും രാമൻ, സുഖം വന്നാലും ദുഃഖം വന്നാലും ഈക്വലൈസേഷനാണ്, ഒരുപോലെ സമഭാവന വീക്ഷണം രാമന്റെ. സുഖദുഃഖ സമ്മിശ്രം. അതുകൊണ്ട് രാജ്യം ഭരിച്ചാലും കാനനവാസം പോയാലും എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. അത് താതൻ വിജയിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അങ്ങനെ പറയണ എത്ര കുട്ടന്മാർ നമുക്കൊന്നും പറ്റില്ല. അപ്പൊ അവിടെ രാമന്റെ ധർമ്മമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. രാമൻ പറയുന്നത്, എനിക്ക് വനവാസമാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഭരതൻ ഇവിടെ ഭരിക്കട്ടെ. ഈ അഡ്ജസ്റ്റ്മെന്റ് കുടുംബത്തിൽ കുടുംബം ഭാഗം വയ്ക്കുമ്പോഴും അതുപോലെ രാജ്യത്തായാലും കോർപ്പറേഷനിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഉയർത്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രാമായണം പഠിക്കണം. അവിടെ രാമൻ സ്വീകരിച്ച ആ തന്റെ സർവഭോഗങ്ങളെയും തനിക്ക് ഉള്ള സുഖഭോഗങ്ങളെയും വെടിഞ്ഞുകൊണ്ട് കാനനത്തിലേക്ക് പോകുവാൻ തയ്യാറാകുന്നു. അവിടെ അങ്ങനെ കാനനത്തിന് പോകാൻ തയ്യാറാകുമ്പോൾ രാമന് തന്നോടൊപ്പം സീതയുണ്ട്. ഈ സീതയെ
കാരണം രാമൻ പറയുകയാണ് ഇങ്ങനെ നാരികൾക്കാണെങ്കിൽ ഈ പണ്ട് കാടൊക്കെ കണ്ടാലും മൃഗങ്ങളെ കണ്ടാലും ഒക്കെ ഭയമാണ്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരേണ്ടതില്ല, ഞാൻ പോകാം എന്ന് പറയുകയാണ് രാമൻ. പക്ഷേ അവിടെ സീതയുടെ ധർമ്മത്തെയാണ് നാം വിലയിരുത്തേണ്ടത്. മുമ്പേ ഞാൻ നടക്കും, പിന്നെ വേണം ഭവാൻ എഴുതുന്നത്, അങ്ങനെ പറയുന്നവരുടെ കാരണം ഇല്ല. അപ്പോൾ ആ സീതയുടെ ധർമ്മം, ഭർത്താവ് എവിടെ പോകണമെങ്കിലും ആ ഭർത്താവിൻ്റെ കൂടെ പോവുകയും മാത്രമല്ല അവിടുത്തെ സേവനങ്ങൾ, അവിടുത്തെ വേണ്ടുന്നതെല്ലാം ചെയ്യാൻ ഞാൻ തന്നെ വേണം, അതുകൊണ്ട് ഞാൻ കൂടെ വരും, എന്നെ അവിടെ ഇങ്ങനെ മൃഗങ്ങളും സിംഹവും ഒക്കെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതിന് സീത മറുപടി പറയുന്നത് തൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഈ മൃഗവും ഇതും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, കല്ലും മുള്ളും ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ അവിടെ ഭർത്താവിനെ സംരക്ഷിക്കുക, ഭർത്താവിന്റെ സേവനങ്ങൾ ചെയ്യുക എന്നതാണ് സീതയുടെ ജോലി എന്ന്, സീതയുടെ ധർമ്മമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതിലൂടെ. അങ്ങനെ സീതയും രാമനുമായി വനവാസത്തിലേക്ക് പോകുന്നു. ഇനി നമുക്കിതിലെ പ്രബലപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാനാണ്, അല്ലാതെ ഓരോ കണ്ണുമെടുത്ത് അതിന്റെ വിശദീകരണത്തിലേക്കും അതുപോലെ തന്നെ പാരായണം ചെയ്തുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. എങ്കിലും നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, നാം അതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നതിന്റെ ചില മർമ്മപ്രധാന പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ വിശ്വാമിത്രൻ, വിശ്വത്തിന്റെ മിത്രമായ ഋഷി വിശ്വാമിത്രൻ, അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിന് സംരക്ഷകനായി രാമനെയും ലക്ഷ്മണനെയും കൂട്ടിപ്പോയി. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം വനഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന രാമലക്ഷ്മണന്മാർക്ക് ഒരു മന്ത്രം, 2 മന്ത്രം പറഞ്ഞു കൊടുത്തു. ബലയും അതിബലം. എന്താണ് ഈ ബല, എന്താണ് അതിബലം? അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ബല എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ ബന്ധം. ഈ ഭൗതിക വസ്തുക്കളോടുകൂടി ഭക്ഷണം വേണം, ആഹാരം വേണം, പിന്നെ ഇങ്ങനെയുള്ള സുഖഭോഗങ്ങളൊക്കെ ഉണ്ട്. അതിബല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ, ഇതൊന്നുമില്ലാതെ ജീവിക്കുക. അതാണ് നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കുവാൻ മഹത്വമേറുന്ന വിദ്യകൾ ഞാൻ അതിൽ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നാം ഈ പറയുന്നതല്ല ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ആന്തരികത എടുക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയിലേക്ക് കടന്നാൽ അവന് വിശപ്പും ദാഹവും ഒന്നും പ്രശ്നമല്ല. ഈ ലൗകികത്തിലാണ് ഈ വിശപ്പും പിന്നെ അത്യാഗ്രഹവും എല്ലാം ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ ഉപദേശിച്ചത് ബലയും അതിബലയും, ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള 2 മന്ത്രങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കുട്ടിക്കും വേണ്ടതും അതാണ്, ബലയും അതിബലയും. ഏത് സാഹചര്യത്തെയും നമുക്ക് നേരിടുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അതാണ് രാമനിലൂടെയും ലക്ഷ്മണനിലൂടെയും പഠിപ്പിച്ച ആ 2 ബലയും അതിബലയും. അത് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണത്തിന് നാം നിരന്തരം ഏതെങ്കിലും ഒരു നാമം ജപിക്കുകയാണെന്ന് വിചാരിക്കുക. ആ നാമത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഇയാൾക്ക് നിരന്തരമായി ജപിച്ച് പോകുമ്പോൾ വാത്മീകിയെ പോലെ എത്രയോ കാലം ആകാരാദികളെല്ലാം വെടിഞ്ഞ് ഭക്ഷണമൊന്നുമില്ലാതെ അവിടെ അദ്ദേഹം ഇരുന്നു. അതുപോലെ ധ്യാനനിരതനായി ഏകാഗ്രമായി രാമനിലേക്ക് എത്തുവാൻ, ആത്മാവാകുന്ന രാമനിലേക്ക് എത്തുവാൻ ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടി ധ്യാനത്തിലൂടെ, പഠനത്തിലൂടെ, പാരായണത്തിലൂടെ കടന്നു പോകണം എന്നാണ് നമ്മെ ബലയും അതിബലയും കൊണ്ട് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അങ്ങോട്ട് കടന്നു ചെന്നാൽ അഹല്യ എന്നൊരു സ്ത്രീയെ ഇവിടെ നമുക്ക് രാമായണത്തിലൂടെ പരിചയപ്പെടുത്തും. ഗൗതമന്റെ കാര്യമാണ്. ഈ അഹല്യക്ക് ഒരു മോക്ഷം കൊടുക്കുന്നുണ്ട്. അഹല്യെ നമുക്കിവിടെ ഒന്ന് എടുത്ത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നടക്കുന്ന സമൂഹമായിട്ട് ഈ അഹല്യക്ക് വളരെയധികം ബന്ധമുണ്ട്. കാരണം ഭർത്താവായ ഗൗതമൻ കുളിക്കാനായി ഇറങ്ങിയ സമയത്തിങ്കൽ ഈ അതീവ സുന്ദരിയായ സ്ത്രീയെ കണ്ടിട്ട് ദേവേന്ദ്രൻ കടന്നു വരാൻ ശ്രമിക്കുന്നു. ഒന്നാലോചിക്കൂ, ഭർത്താവ് സ്ഥലത്തില്ലാതെ ഗൾഫിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാമുകൻ കടന്നു വരുന്നു. അത് തന്നെയാണ് ഇവിടെ ഈ ഋഷി ഗൗതമൻ പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്തിന്റെ ദേവേന്ദ്രൻ ആ ഗൗതമന്റെ വേഷം ധരിച്ച് കടന്നു വരുന്നു. അത് വാൽമീകി രാമായണം പരിശോധിച്ചാൽ ഈ സ്ത്രീയുടെ അനുവാദത്തോടു കൂടെയാണെന്ന്, ആധ്യാത്മിക രാമായണത്തില് അതല്ല, ഇയാൾ വ്യക്തമായി കടന്നു വരികയാണെന്ന് ചെയ്യും. എന്തായിരുന്നാലും കടന്നു വന്ന ഈ അവസ്ഥ, പുഴയിലേക്ക് പോയ ഗൗതമൻ തിരിച്ചു വന്നപ്പോൾ
ഭാര്യയുടെ അടുത്ത് മറ്റൊരുപാട് തന്റെ വേഷം കൊണ്ടു നിൽക്കുന്നത് കണ്ടു. സംശയാസ്പദമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇത് ഇന്ന് നമുക്കിവിടെ നിലവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അത് കണ്ട ഭർത്താവ് നീകാരമായി വർഷാദി ആഹാരാദികളും സഹിക്കാതെ നീ ഇങ്ങനെ തന്നെ കിട്ടയായിരുന്നു, ശപിച്ചു. അങ്ങനെ എത്രയോ വർഷം ഈ ചെറിയ തെറ്റാണോ വലിയ തെറ്റാണോ എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് തൻ്റെ പ്രിയപത്നിക്ക് വർഷാന്തരം കല്ലായി നിൽക്കേണ്ടതായിട്ടുണ്ട്. ആ കല്ലായി നിന്ന ആ ബിംബത്തില് രാമനും ലക്ഷ്മണനും കടന്നു പോകുമ്പോൾ എന്നാണോ ആ ശാപത്തിന് ഒരു മോക്ഷവും കൂടി കൊടുത്തു. എപ്പോഴാണോ രാമലക്ഷ്മണന്മാർ ത്രേതായുധത്തിൽ ഇവിടേക്ക് കടന്നു വരുന്നത്, അന്ന് ആ പാദം വയ്ക്കുമ്പോൾ നീ നിന്റെ പൂർവ്വജന്മം കിട്ടും, അവയെ വിളിച്ചേക്കാവട്ടെ എന്ന് ഗൗതമൻ പറഞ്ഞു കൊടുത്തു. അതാണ് വളരെയധികം വർഷക്കാലം ഇങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ട്, അതായത് ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് കല്ലായി നിന്ന അഹല്യയെ രാമപാദാമൃതം ഏറ്റെടുത്തപ്പോൾ അവിടുന്ന് അഹല്യയ്ക്ക് മോക്ഷം കിട്ടുകയും കല്ലിൽ നിന്ന് തന്നെ തിരികെ ആ പൂർവിക അവസ്ഥയിലേക്കും എത്തി. നമുക്കും ഈശ്വരനാമം നിരന്തരമായി ജപിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന്, കല്ലായി നിൽക്കുന്ന മനസ്സിൽ നിന്ന് നമുക്ക് രാമപാദാമൃതത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് അഹല്യയിലൂടെ അങ്ങനെ അഹല്യാമോക്ഷത്തിലൂടെ നമുക്ക് രാമൻ കടന്നു പോവുകയും ആ അഹല്യയ്ക്ക് അവിടെ മോക്ഷം കൊടുക്കുന്നു. അവിടെ നമുക്ക് നോക്കുക, ലൗകിക ചിന്തകളിൽ എപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മളുടെ ഇടയിലേക്ക് വന്നു തീർന്നുകൊണ്ടേയിരിക്കും. അവയെ തരണം ചെയ്യേണ്ട വിധം എങ്ങനെ എല്ലായിടത്തും ഈശ്വരനാമം തന്നെയാണ് പ്രാധാന്യമെന്നും അവിടെ ഭഗവത് നാമം ഉച്ചരിക്കുകയും ഭഗവാനിലേക്ക് എത്തുകയും രാമനാമം ജപിക്കുകയുമാണ് പ്രാതിഥ്യമെന്ന് മാത്രമേ ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നു. അത് വീണ്ടും വീണ്ടും കടന്നു പോകുന്നു. അടുത്ത ഖണ്ഡത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ കിഷ്കിന്ധയിലേക്ക് നാം എങ്ങനെ ഒരു ഈശ്വരനെ ഭജിക്കണം, നമുക്ക് ക്രിയാമാർഗ ഉപദേശം എന്ന് പറഞ്ഞു നമ്മോട് തരുന്നു. ക്രിയാമാർഗ ഉപദേശം ഒന്ന് ശ്രദ്ധിച്ചാൽ അവനവൻ തന്നെയാണ് ഈശ്വരനെ ഭജിക്കേണ്ടത്. അല്ലാതെ മറ്റാരാലും ഇതിൻ്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊരാളെ നിർത്തിക്കൊണ്ട് നാം ഇന്ന് ചെയ്യുന്ന പൂജാരിമാരെ പോലെ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ തന്നെയും അവനവന് പറയാനുള്ളത് ഈശ്വരനിൽ തന്നെ നേരിട്ട് സമർപ്പിക്കുവാനുള്ള, ഭഗവാന്റെ പാദാമൃതത്തിൽ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരവസ്ഥ ക്രിയാമാർഗത്തിലൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബബന്ധം ശിഥിലമാകുന്ന രീതി, കുടുംബബന്ധത്തിൽ വരുന്ന അവകാശ തർക്കങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഈശ്വരനെ ഭജിക്കേണ്ടത് എങ്ങനെ എന്ന് ക്രിയാമാർഗത്തിലൂടെ നമുക്ക് പറഞ്ഞു കഴിയും. ആ ക്രിയാമാർഗത്തിലൂടെ ഉപദേശിച്ച കാര്യങ്ങൾ ഓരോരുത്തർക്കും സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രിയാമാർഗം കഴിഞ്ഞ് അടുത്ത വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ബാലിസുഗ്രീവ യുദ്ധം, അവിടെയും അനുജനും ജ്യേഷ്ഠനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അവിടെ ഈ കിഷ്കിന്ധയിൽ നമുക്ക് കാണാം, അവിടെ രാജ്യത്തിന് വേണ്ടിയുള്ള പരസ്പര അനിയനും ചേട്ടനും തമ്മിലുള്ള പരസ്പര അവിടെയും രാമൻ അവരെ സഹായിക്കാനെത്തുന്നു. ആ സഹായിക്കാനെത്തുന്നിടത്ത് തന്നെ ഒന്ന് നോക്കുക, ഭാര്യയെ വധിക്കാൻ അപ്പോൾ ഒരു ചോദ്യം വരും, ഈ രാമൻ ഈ ഭാര്യയെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്തത് വളരെ മോശമായ കാര്യങ്ങളില്ലേ എന്ന് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ, ഇതൊക്കെ ഈശ്വരനായി കാണുന്ന ഇദ്ദേഹം, എന്നാൽ ബാലിയെ വധിക്കാൻ വേണ്ടി ഈ പണി ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു. അവിടെ ബാലിയെ അല്ല വധിച്ചത്, ബാലിയിലുള്ള ആ സ്വഭാവത്തെ, ആ ആസുരീക സ്വഭാവത്തെയാണ് രാമൻ ചെയ്തിരിക്കുന്ന. എവിടെയും നമുക്കൊന്ന് പരിശോധിക്കാം, ബാലിയെ വധിച്ചു, പക്ഷെ കടഞ്ഞു വരുന്നത് ആരെയോട് ഉപദേശിക്കുന്നു, ഭർത്താവ് ജീവൻ അഹന്യയും ചൊല്ലുക. ഇത് ഈ ശരീരമല്ല, ഈ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ആ ആത്മാവിൽ നിന്നുമായി യാതൊരു ബന്ധവുമില്ല. ഈ ശരീരമാണ് നിനക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കിത്തീർത്തത്. ഏതാണ്? മനുഷ്യന് 3 അവസ്ഥകളിലേക്ക് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ ബാലിയെ ബാധിച്ചിരുന്ന ഗുണമേത്? ആ ഗുണം ഭാവത്തെ നിന്നും ബാലിയെ സത്വഗുണത്തിലേക്ക് ഉയർത്തുകയാണ് രാമൻ ചെയ്തത്. അപ്പോ തന്റെ ശത്രുവായി താൻ ഒളിവിൽ നിന്നുകൊണ്ട് നേരിട്ട് യുദ്ധം ചെയ്തിരുന്നതും താൻ ഒളിവിൽ നിന്നുകൊണ്ട് ബാലിയെ എഴുവാനുള്ള എല്ലാ മാർഗങ്ങളും പറഞ്ഞു കൊടുത്തത്
ബാലിയിലുള്ള ആസുരീക സ്വഭാവത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ബാലിയെ കൊണ്ടുവന്നത് നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട്. ഭഗവാൻ പലപ്പോഴും നമുക്ക് നമ്മിൽ വർദ്ധിച്ചു വരുന്ന ആസുരീയ സ്വഭാവം കൂടി വരുമ്പോൾ അതിന് എന്തെങ്കിലും ചില തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ നേരിടും. അപ്പോഴേക്ക് നാം ദൈവമേ ദൈവമേ എന്ന് വിളിക്കാനുള്ള അവസ്ഥ വരും. ഈ ആസുരീക ബുദ്ധി വളർന്നത് എവിടെയൊക്കെയാണോ അവിടെയെല്ലാമാണ്. എവിടെ നമുക്ക് നോക്കാം, രാവണൻ അസുരനാണ്, കംസൻ അസുരനാണ്. ഇവരെല്ലാം ആസുരിക ബുദ്ധിയിൽ ജനിക്കപ്പെടുന്നതാണ്. ഇവിടെ മനുഷ്യവർഗത്തിലും ഈ ആസുരിക ബുദ്ധിയുള്ള ലക്ഷോപലക്ഷം ജനമുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഗീതയിലോട്ട് പോകേണ്ടി വരും. ഗീതയിൽ ഈ 3 ഗുണങ്ങളിൽ അർജുന സത്വത്തിൽ നിന്ന് തമസിൽ നിന്ന് രജസ്സിലോട്ടും രജസ്സിൽ നിന്ന് സത്വത്തിലേക്ക് നീ പൊങ്ങി വരണം. ഉത്തരേ ആത്മനാമാത്മന ആത്മയെ ബാഹ്യനാമാത്മനോ ആത്മനോരിപുരാത്മന. നീ നിന്റെ മനസ്സിനെ ഉയർത്തുക. ആ മനസ്സിനെ ഉയർത്തണമെങ്കിൽ നീ ആരിലേക്ക് വരണം? എന്നിലേക്ക് വരണം. അപ്പോ നിന്നിലുള്ള തമോഗുണം നശിച്ച് രജോ ഗുണം നശിച്ച് സത്വഗുണത്തിലേക്ക് വരും. ഇവിടെ ബാലിക്കും അത് തന്നെയാണ് ചെയ്തത്. ബാലിയിലുള്ള ആശ്രിത സ്വഭാവത്തെ മാറ്റി ധർമ്മമായ ആ സത്വഗുണത്തിലേക്ക് ഉയർത്തി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ആ യുദ്ധം ചെയ്തവനാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിൽ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ആ ആത്മാവ് എന്നോട് ലയിച്ചു എന്ന് രാമൻ അവിടെ പറഞ്ഞു. അപ്പൊ ആസുരിക സ്വഭാവത്തെ യുദ്ധം ചെയ്ത് കൊന്നു. അത് കഴിഞ്ഞിട്ട് ആ പരിശുദ്ധമായ ആത്മാവിനെ, ആ ഈശ്വര സാന്നിധ്യം, ബാലിയിൽ നിന്ന് ആസുരിക സ്വഭാവത്തെ ഭരണം ചെയ്തിട്ട് പൂർണ്ണതയിലേക്ക് വരുത്തി. ഇങ്ങനെ നമ്മിൽ എല്ലാവരിലും. അപ്പൊ പിന്നെ അല്പ സയൻസിലോട്ട് നമുക്ക് പോകേണ്ടി വരും. കാരണം ആദ്യം ഇതൊരു ബ്രഹ്മമായിരുന്നു. ആ ബ്രഹ്മത്തിൽ നിന്ന് ആണ് ഈ അവസ്ഥാഭേദങ്ങൾ ഉണ്ടായത്. എന്തുകൊണ്ട് ഈ അവസ്ഥാഭേദങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടെ ഉത്തരം പറയേണ്ടി വരും. ഇടുക്കി പ്രോജക്റ്റിൽ നിന്ന് നാം കറണ്ട് ഉത്പാദിപ്പിച്ചെടുക്കുമ്പോൾ അത് ഒരു എനർജി ആയിട്ട് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഈ എനർജിയെ നാം വിവിധ തര യന്ത്രങ്ങളിലൂടെയും പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത് പലതായി മാറുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീനിലൂടെ ആ എനർജിയെ കടത്തിവിടുമ്പോൾ അത് തുണി അലക്കാനാണ് ഉപയോഗിക്കുന്നത്. ഫാനിലൂടെ കടത്തിവിടുമ്പോൾ അത് നമുക്ക് കാറ്റ് തരുന്നു. ഇങ്ങനെ ഇതെല്ലാം എനർജിയാണെന്ന് മനസ്സിലാക്കും. ഇതേ ബോധം തന്നെയാണ് ഈശ്വര ഭാവത്തിലും. ആദ്യം ബ്രഹ്മമായിരുന്നു. ആ ബ്രഹ്മത്തിൽ നിന്ന് നാം ഓരോ അവസ്ഥയിലേക്ക് ഈ ചൈതന്യത്തെ മാറ്റിവെക്കും. എല്ലാം ഏകമദ്വൈതം, എല്ലാം ഒന്നാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സന്താനലക്ഷ്മിയെ പൂജിച്ചാൽ സന്താനങ്ങൾ ഉണ്ടാകും, ഗൃഹലക്ഷ്മിയെ പൂജിച്ചാൽ ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകും, ധനലക്ഷ്മിയെ പൂജിച്ചാൽ ധനത്തിൽ ഐശ്വര്യം ഉണ്ടാകും. പക്ഷേ അതിനടുത്ത് വെക്കുന്ന ചൈതന്യം, എനർജി അഥവാ ഒന്നാണ്. അപ്പോൾ ഏത് തരത്തിലാണോ ഈശ്വര ഭാവത്തെ നാം ആവാഹിച്ച് ഈശ്വരനിലേക്ക് രൂപമായി കണ്ട് പൂജിക്കുന്നത്, ആ രൂപത്തിലേക്ക് ഈശ്വര അനുഗ്രഹം ലഭിക്കും. അതാണ് ഹിന്ദുക്കളിലേക്ക് വരുന്ന ഈ വിവിധ രൂപം ഈശ്വര ആരാധനാക്രമം എല്ലാം ഒന്ന് തന്നെ. പക്ഷേ നമ്മുടെ സൗകര്യത്തിനും ആശയത്തിനും അനുസരിച്ച് വിഭിന്നമാക്കി മാറ്റാൻ നമുക്ക് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയും. നമ്മുടെ അനേക കഥകളും ചരിത്രങ്ങളും എല്ലാം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അത് രാമായണത്തിലേക്ക് നിങ്ങൾ ലക്ഷ്മണോപദേശവും അതുപോലെ തന്നെ വ്യാമോപദേശവും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ജഡായുസ്തുതി എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഇത് വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഈ സ്ഥൂല സൂക്ഷ്മ തന്മാത്രകളിൽ എല്ലാം നിലകൊള്ളുന്നത് രാമനാണ്, ഭഗവാനാണ്, ആദിനാരായണനാണ്. ആ നാരായണന്റെ അവതാരങ്ങളാണ് നാം കണ്ട മത്സ്യപൂർണ്ണ പരാഗോ നിരകരി വാമന ഭാർഗവ അച്യുത കൽപ്പി തുടങ്ങിയ ആ അച്യുതാവതാരമാണ് നമുക്ക് രാമനായിട്ട് വന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ അവതാരങ്ങളൊക്കെ എടുത്തു? കാലത്തിനുചിതമായിട്ടുള്ള അവസ്ഥ വരും. ആ കാലത്തിനെ മറികടക്കാൻ ഓരോയിടത്തും ഭഗവാൻ രൂപമെടുക്കേണ്ടതുണ്ട്. യഥാ യഥാഗിതമസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനമസ്യ തദാത്മാനം സ്വജാമ്യം. എപ്പോഴൊക്കെയാണോ അധർമ്മം ഇവിടെ പൊങ്ങി വരുന്നത് അപ്പോഴൊക്കെ ഞാൻ സ്വയം ശരീരം. ഇവിടെ രാവണന്റെ ശക്തി കൂടി വന്നപ്പോൾ രാമൻ അത് നമ്മൾ മനസ്സിലാക്കാൻ മതി. അപ്പോൾ എല്ലായിടത്തും ആദിനാരായണൻ തന്നെയാണ് വിവിധ രൂപയുടെ നമ്മുടെ മുമ്പിൽ. രാമനായാലും കൃഷ്ണനായാലും എന്ന് വേണ്ട ഈ കാണുന്ന എല്ലാ രൂപങ്ങളിലും നിലകൊള്ളുന്നത് സാക്ഷാൽ ആദിനാരായണൻ തന്നെയാണ്. അത് ഭഗവത്ഗീത കുറെ വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൂര്യൻ ഞാനാണ്, അഗ്നി ഞാനാണ്, വായു ഞാനാണ്, ജലം ഞാനാണ്.
ഈ കാണുന്നത് മുഴുവൻ ഞാനാണ്. പക്ഷേ അവിടെ നാം അപ്പോ അങ്ങനെ ചോദിക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്നും വന്ന ഞാനും രാമനാണ്. ഇതാണ് അങ്ങനെ നിരന്തരം രാമനാമം ജപിച്ച് 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 എന്നിലുള്ള ആസുരീക ബുദ്ധികളും തമോ ഗുണവും കഴിയുമ്പോൾ ഞാൻ സത്വത്തിലെത്തും. അപ്പോൾ ഞാൻ ഭഗവാന്റെ ഭയം പ്രാപിക്കും. ഇതിന് വേണ്ടുന്നത് എന്താണ്? മനസ്സാന്നിധ്യം, മനസ്സേകാഗ്രമാക്കിക്കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനം. അതിന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗ്രന്ഥങ്ങളും ഉപന്യാസങ്ങളും ഒക്കെ എത്ര വഴി കിടക്കുന്നു. ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ആധ്യാത്മജ്ഞാനം നേടാൻ കഴിയുന്നു. അതിൽ തന്നെ രാമായണത്തിൽ നോക്കൂ. വിദ്യാസിദ്ധ്യാസിദ്ധ്യാവിച്ച് ഗുരുവന്ദനം ചെയ്ത് നിരന്തരം പാരായണം ചെയ്ത് അധ്യാത്മജ്ഞാനം ലഭിച്ചതും ഇല്ല സംശയമേ. അത് വായിക്കും. അപ്പൊ നിരന്തരമായി ഈ രാമായണം ഒന്ന് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കൂ. അതല്ലേ ഹിന്ദു. എത്ര മാർഗങ്ങൾ കിടക്കുന്നു. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നിത്യവും രാമനാമം ജപിച്ചാലും നിങ്ങൾ എത്തിച്ചേരും. സൽധർമ്മങ്ങൾ ചെയ്താലും എത്തിച്ചേരും. ഇതൊക്കെ രാമായണത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ലക്ഷ്മണോപദേശം എന്ന് പരിശോധിച്ചാൽ അതിൽ നമുക്ക് വ്യക്തമായി കാണാം. ഇങ്ങനെ ഏത് വഴിയിലൂടെയും നിനക്ക് എത്തിച്ചേരുവാനുള്ള അനേകം മാർഗങ്ങൾ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അതിൽ പൂജാവിധികളെ എത്തി. അതിനുശേഷം നമുക്ക് വീണ്ടും അടുത്തതിലേക്ക് പോകാം. ഹനുമാനെ ഒരു ദാസനായി സ്വീകരിച്ചുകൊണ്ട് ആ ഹനുമാൻ ഭഗവാന്റെ ദാസനായി നിന്നുകൊണ്ട് ഹനുമാന്റെ ജന്മമെന്ന് പറയുന്നത് വായുപുത്രനാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവനവനിലുള്ള കഴിവിനെ എപ്പോഴാണോ മറ്റുള്ളവരാൽ ഉയർത്തപ്പെടുന്നത് അപ്പോൾ അയാൾ തന്നിൽ നിന്നും അയാളെ തന്നെ എത്രയധികം ഉയർച്ചയിലേക്ക് പോകാൻ കഴിയും. നിനക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടിയിൽ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു ചെറിയ പൊട്ടെങ്കിലും വരയ്ക്കുവാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയെ നാം പ്രോത്സാഹിപ്പിക്കുന്നു, പറഞ്ഞ് സാധിക്കുന്നു. നീ വിചാരിച്ചാൽ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് വരയ്ക്കുവാൻ നിനക്ക് കഴിയും. അങ്ങനെയാണ് ഹനുമാന് തന്നിലുള്ള ആ കഴിവ്. അങ്ങനെയല്ലയോ ഈ അവിടുന്ന് ഈ അമൂല്യം അങ്ങയുടെ കയ്യിലല്ലേ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ ഇത് ചാടാനാണോ ഇത്ര ബുദ്ധിമുട്ട് എന്നിങ്ങനെ ആ കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻ അവിടുന്ന് ലങ്കയിലേക്ക് ചാടാൻ ഒരു ഭാവവും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ, നിഷ്പ്രയാസം ഇല്ലാതെ അപ്പോ നമ്മുടെ ഒരു കുട്ടിക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തു. ആ കുട്ടി നമ്മൾ ഏത് വിധത്തിലാണോ അവരിലുള്ള ഒരു വാസനയെ നാം ഉയർത്തപ്പെടുന്നത്, അപ്പോൾ അവൻ വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകാൻ തയ്യാറാകും. മറിച്ച് ആ കുട്ടിയിലുള്ള കഴിവ് നിനക്കിതൊന്നും കഴിയില്ല, നീ ഇങ്ങനെ തന്നെ, നീ ഇങ്ങനെയായി, മറ്റുള്ളവർ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ ഇതൊക്കെ ചെയ്തില്ലേ, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതപ്പതിപ്പിക്കുമ്പോൾ ആ കുട്ടിയിലുള്ള മാനസിക അവസ്ഥ താഴ്ത്തപ്പെടും. അതാണ് ഹനുമാനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് അവരിലുള്ള കഴിവുകളെ അതിഗംഭീരമായിട്ട് അവർ കഴിയുമെന്ന് പറഞ്ഞ് അവരെ ഉയർത്തി വിടുവാനുള്ള ഒരു സംവിധാനം ഈ രക്ഷകർത്താക്കൾ. ഇവിടെ ഹനുമാനെ ഉയർത്തിയത് ഹനുമാന്റെ കൂടെ ഉള്ളവരാണ്. ഈ കുട്ടികളുടെ കൂടെ ഉള്ളവർ കുട്ടികളുടെ മാതാപിതാക്കളാണ്. അവർ പറയണം നിനക്ക് കഴിയുമെന്ന് ഈ തത്വങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഉയർത്താൻ നമുക്ക് കഴിയണം. അതാണ് ഹനുമാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു. പിന്നെ ഹനുമാൻ അവിടെ രാമന്റെ ദാസനായി ചെല്ലുന്നുവെങ്കിൽ സീതയെ പോയി കാണുന്നു. ആ സീതാദേവിയുടെ അരികിൽ രാമന്റെ ദാസനായി നിന്നുകൊണ്ട് തന്റെ ഗുരുവിന് എന്തൊക്കെയാണോ ആവശ്യം, ആ ഗുരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തനിക്കിതൊന്നും രാവണന്റെ ലങ്കയെന്നല്ല ഈ രാജ്യം മുഴുവനും ആയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എൻ്റെ ഗുരു സ്വാമിയുടെ അനുഗ്രഹത്താലാണ് ഞാൻ വന്നത് എന്ന ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തൻ്റെ ഗുരുഭക്തി, തൻ്റെ ഗുരു സാക്ഷാൽ രാമന്റെ ആ ഭക്തി, രാമനോടുള്ള ഭക്തി തനിക്ക് ഏതുവരെയും എത്താൻ കഴിയും എന്ന് ഹനുമാനിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? എപ്പോഴും അധികമായ ഗുരുഭക്തി. അത് ഈശ്വരനോടായാലും ശരി, തൻ്റെ ഗുരുവിനോടായാലും ശരി, നിറഞ്ഞ ഭക്തിയുള്ള ഗുരുവിന് ആ ഗുരുവിന്റെ സാന്നിധ്യം അയാളിൽ പ്രത്യക്ഷമാകും. അങ്ങനെയാണ് രാവണനെയും ലങ്കയെയും ഒക്കെ തകർക്കാൻ ഹനുമാന് കഴിഞ്ഞത്. അപ്പോൾ രാഗിനീയം അതോടൊപ്പം തന്നെ ആ ഗുരുഭക്തിയും നിലനിർത്തണം എന്നാണ് നമുക്ക് തരുന്ന അടുത്ത സന്ദേശം. അപ്പോ ഇനി ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമുണ്ട്.
ഈ ലക്ഷ്മണ ഉപദേശം കേട്ടാൽ ഇവിടെ നാം എന്തിന് ജീവിക്കുന്നു എന്ന് ആ ലക്ഷ്മണ ഉപദേശത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരുന്നു. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചന്തരം വേഗേന നഷ്ടമാമായുസ്സുമോർക്കടു. ഈ നീ ഉണ്ടാക്കി കൂട്ടുന്ന സ്വത്തുക്കളും ബാക്കികളും എല്ലാം ക്ഷണപ്രഭാചന്തരം. അതുപോലെ ഇവിടെ നമ്മുടെ കോവിഡ് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചവരൊക്കെ വരികയായിട്ട് നിനക്ക് വെച്ചെന്ന് തോന്നുന്നു. അപ്പോ ഇതെത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചന്തരം വേഗന നഷ്ടമാവും ആയുസ്. നിന്റെ ആയുസ് എത്ര വേണം നഷ്ടപ്പെടും. അപ്പൊ പിന്നെ നീ എന്തിനു വേണ്ടി ഇതിലേക്ക് പിടിക്കുന്നു? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഈ ഭീകരവാദവും കൊലയും കൊലപാതകവും 5 വയസ്സായ കുട്ടിക്ക് പോലും പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയുണ്ടാകുന്നു. അതിന് കാരണം തൻ്റെ ആധ്യാത്മികതയിലേക്ക് കടന്നു പോകാൻ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വെറും ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ വേണ്ടെന്നല്ല. അവിടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തനിക്ക് ഉയരാനുള്ള സ്ഥലമായിരിക്കണം, മറിച്ച് ഭക്ഷണത്തിനും മറ്റ് കലാപരിപാടികൾക്കും ഉള്ളതാക്കി മാറ്റിയാൽ അതല്ല ക്ഷേത്രത്തിന്റെ ധർമ്മം. ആചാരോപാസനം, അർച്ചനം, വന്ദനം, ദാസ്യം, സത്സംഗേന അന്നദാനേന എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ധർമ്മം പറയുന്നത്. അപ്പൊ അവിടെയും സത്സംഗം എന്ന് പറയുന്ന വാക്കിന് അടിവരയിടണം. അമ്പലത്തിൽ വരുന്ന 10 പേരുണ്ടെങ്കിൽ അവരെ കൂട്ടിയിരുത്തി തന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ കുറിച്ചും തന്റെ അറിവുകളെ കുറിച്ചും പരസ്പരം ചർച്ച ചെയ്യാവുന്ന വേദികളാക്കി മാറ്റണം. ശ്രീ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞെന്താണ്? പഠിച്ച ഒരു വ്യക്തി ആ പഠിച്ച കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോ രാമായണത്തിൽ പഠിക്കണോ? അല്ല, എന്റെ അറിവിൽപ്പെട്ട കാര്യത്തെ നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അറിഞ്ഞത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കും. അപ്പോൾ എന്റെ അറിവിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഞാൻ അന്വേഷിക്കും. മറിച്ച് ഞാൻ അറിഞ്ഞത് എന്നെ ശരി എന്ന് വിചാരിച്ചാൽ ഒന്നുമല്ല. നമ്മുടെ ഉപനിഷത്ത് നമുക്ക് വന്നതും അങ്ങനെയാണ്. ഒരാൾ പറയുന്നതും വിശ്വസിക്കരുത്. ഉപനിഷത്തിൽ കൂടെ നമുക്ക് നോക്കാം. ഒരാൾ പറയുന്നത് നാം വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നീ പറയുന്നതല്ല ശരി, കാരണം ഇതല്ല സത്യം. ആ സത്യം കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് നമുക്ക് ഈ തന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും എല്ലാം. ആ ഇതിഹാസങ്ങളിൽ രാമായണത്തിലും ഭഗവാൻ പറയുന്നത് ഈ നിത്യേന ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അവസാനം നിനക്ക് എന്നിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പൊ നിരന്തരമായി പാരായണം ചെയ്യുന്ന ഒരു മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കുട്ടികളിലും ആ ആംശയം ഉടലെടുക്കും. ഇവിടെ രാമലക്ഷ്മണന്മാരെ, രാമനെയും ലക്ഷ്മണനെയും ഒക്കെ ഗർഭം ധരിച്ചിരുന്ന അവസരത്തില് ദശരഥൻ 6-ാം മാസമായപ്പോ അവിടെ കുംസ്വാദി ക്രിയകൾ എന്ന് പറഞ്ഞ് ക്രിയകൾ നടത്തുകയും അദ്ദേഹത്തെ അതുപോലെ ആ ഗർഭിണിയെ ശുശ്രൂഷിക്കേണ്ട വിധങ്ങളും ഒക്കെ 6-ാം മാസത്തിൽ അവിടെ നടത്തിയിരുന്നു. നമ്മുടെ സ്ത്രീകൾ ഗർഭം ധരിച്ചാൽ ഇന്നത്തെ കാലത്ത് ആ ഗർഭം ധരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ മൊബൈലായിരിക്കും കളിയില്ല. അവിടെ ഈശ്വരനാമത്തിന് യാതൊരു വിധമായ പങ്കും. പക്ഷെ അതില്ലാതെ വരുമ്പോ ഉള്ളിൽ കിടക്കുന്ന ഈ കുട്ടി താൻ പുറത്ത് ചൂടാമലരും ധനമായി തോന്നുന്ന ദേവതകാലത്തിൽ ചുമന്തിരിപ്പൂ ദുഃഖരഗർഭം സുഖേന ജനയത്രി ഒരു നിസ്സാരമായിട്ടുള്ള പരിക്ക് പോലും പുറത്തു നിന്ന് കിട്ടിയാൽ ഈ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടി ഇത് അനുഭവപ്പെടും. അപ്പോ തന്റെ മാതാവും പിതാവും നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഈശ്വരാരാധനകൾ ചെയ്യുകയും നിരന്തരമായി പാരായണങ്ങൾ ചെയ്യുകയും കഥകൾ കേൾക്കുകയും ചെയ്താൽ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ കുട്ടി ഇതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കും. പുറത്ത് വരുമ്പോഴും എന്ത് ചെയ്യും? അപ്പോഴും അവിടെ കിടന്ന് രാമായണം ഒന്ന് പരിശോധിച്ച് നോക്കും. അവിടെ സമ്പാദ്യവാക്യം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് താൻ കഴിക്കുന്ന ഭക്ഷണം ഉള്ളിലേക്ക് ചെന്ന് ചതുർവിധമായി 4 വിധമായിട്ട് കഴിക്കും. അത് ഇങ്ങനെ പേയം ഭക്ഷ്യം ഇങ്ങനെ 4ആയിട്ട് ഭരിച്ചത്. അതിൽ ഒന്നാണ് രേതസായി ചമഞ്ഞ് ചെന്ന് ചേരുന്നത്. അവിടെ നിന്നാണ് ആ ജന്മം എടുക്കുന്നത്. ആ ജന്മത്തിൽ നിന്ന് അത് ഓരോ മാസവും ഇന്ന ഘട്ടങ്ങളിലേക്ക് മാറി വരും. ആ ഘട്ടങ്ങളിൽ ഒക്കെ വന്ന് ഈ അമ്മയ്ക്ക് പുറകിൽ നിന്ന് വെളിയിൽ നിന്ന് ഏൽക്കുന്ന ഓരോ ക്ഷതവും ഏൽക്കുമ്പോൾ ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കുട്ടി ചിന്തിക്കും, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചാൽ ഞാൻ പുറത്തിറങ്ങി നാരായണ സ്വാമിയുടെ ഇഞ്ഞുമച്ചാരെയും പൂജിക്കയില്ല എന്ന് വായിക്കുന്നു. മനസ്സില്ലേ? സമ്പാദ്യ അങ്ങനെ നാരായണസ്വാമി മാത്രമേ ഞാൻ ഭരിക്കൂ എന്ന് പറഞ്ഞവനാണ്. അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ആരൊക്കെ ആയത്? ഇവിടുത്തെ ഭീകരവാദവും പിന്നെ അമ്മയെ കൊല്ലാനും അച്ഛനെ കൊല്ലാനും പഠിച്ചു. അപ്പൊ ഇതിന്റെ പ്രവേശിച്ച് ഇവിടെയായിട്ട് ആ ധർമ്മശാസ്ത്രം പറഞ്ഞു കൊടുക്കാത്തതിന്റെ കുഴപ്പമല്ലേ? അപ്പോ അങ്ങനെ കുട്ടി ഒരമ്മയും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ
ആ കുഞ്ഞിന് വേണ്ടുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിന് ജന്മം കൊടുത്തല്ലെങ്കിൽ കൊടുക്കാൻ പോകും. കൊടുത്തവൻ ആരാകും? അതിന് നമുക്ക് നമ്മുടെ 2-3 കഥാപാത്രങ്ങളൊന്നും നമുക്ക് പരിചയപ്പെടാം. ആരൊക്കെയാണ്? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷൻ. സന്ധ്യാസമയത്തിന് കുളിക്കാൻ ഇറങ്ങി നിന്നപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, തനിക്ക് ഇപ്പോൾ ഉത്രോത്പാദനം നടത്തണം. ആയിക്കോട്ടെ, ഇത് സമയം യോജിച്ചതല്ല എന്ന് പറഞ്ഞു. പോരാ, ആയിക്കോട്ടെ, മുനി സമ്മതിച്ചു. അങ്ങനെ ജനിച്ചവരാണ്. ഗർഭത്തിൽ ഉടലെടുത്തപ്പോൾ തന്നെ ആകാശം മുഴുവൻ ഇടിയും മിന്നലും ഭൂമിയിൽ വന്ന് ഈശ്വരനാമം ഉച്ചരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇപ്പോൾ ഈശ്വരനാമം നമ്മൾ ഉച്ചരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? ഈ ഹിരണ്യാക്ഷന്മാർക്ക് ചെന്നു. അപ്പൊ ഈശ്വരനാമം ഉച്ചരിക്കാൻ അനുവദിക്കാതെയും സന്മാർഗങ്ങൾ നേടാൻ കഴിയാതെയും കാരണം ഇത്തരത്തിൽ ഒരവസ്ഥയിൽ കുട്ടിക്ക് ജന്മം കൊടുത്തതാണ്. അപ്പോ നമ്മുടെ ഈ പ്രവൃത്തികൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നാം തന്നെയാണ് എന്ന് പഠിക്കാനാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചത്? ഒരു ഗർഭിണിയായാൽ എങ്ങനെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടു പോകണം, വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണം, ഇതെല്ലാം രാമായണത്തിന്റെ ആ ഒരു ഗ്രന്ഥം. നമുക്ക് അനേക ഗ്രന്ഥങ്ങളുണ്ട്, ഏതിൽ പഠിച്ചാലും ഈ വക എല്ലാ വഴികളും നമുക്ക് തെളിഞ്ഞു കിട്ടും. അതിൽ പരമപ്രധാനമായത് രാമായണമാണ്. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ ഈശ്വരകൃപയെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും പിന്നെ ഇനി മറ്റൊന്ന് നോക്കൂ, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരാണത്തില് മറ്റ് ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഈ മനുഷ്യനല്ലാത്ത മറ്റു ജന്തുക്കൾക്ക് ഈ പിതൃവിധികൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ രാമായണത്തിൽ നോക്കും, പിതൃമിത്രമാം ജടായുവിന്, ആ പിതൃമിത്രമായ ജടായുവിന് തന്റെ പിതൃമിത്രമാണെന്ന് രാമന് പറഞ്ഞു കൊടുത്തപ്പോ ആ ജടായുവിനോട് ഉള്ള രാമന്റെ സ്നേഹം, പക്ഷിയോടുള്ള സ്നേഹം, ഈ പ്രകൃതിയിൽ നമുക്ക് പക്ഷിയോടുള്ള സ്നേഹം എത്രത്തോളം എന്ന് രാമൻ അവിടെ കാണിക്കുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ പക്ഷി മരിക്കുന്നു. അപ്പോഴേക്കും അതിനെടുത്ത് ഉത്സംഗസിംഹിനി ചേർത്തിട്ട് ഉത്തരീയകാര്യാർത്ഥമായി രാമൻ പറയുന്നു, നല്ല വിറകൃഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഒരു ചിത കൂട്ടി ആ പക്ഷിയെ നിങ്ങൾ ദഹിപ്പിക്കണം. അത് രാമന് ഈ ഭൂമിയിലുള്ള ചരാചരത്തോടുള്ള ആ ജീവജാലത്തോടുള്ള ആ പക്ഷിയോടുള്ള ഒരു പ്രേമമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന് അന്ത്യകർമ്മങ്ങൾ രാമൻ അവിടെ ചെയ്യിപ്പിച്ചു. അത് മാത്രമല്ല, തന്റെ പിതൃമിത്രമായിരുന്നു എന്നുള്ള ഒരു ബന്ധം മാത്രമേ രാമനുമായിട്ടുള്ളൂ. എങ്കിലും ആ പക്ഷി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന, അപ്പൊ നമ്മെ സംരക്ഷിക്കുന്ന മരങ്ങളെയും ജീവജാലങ്ങളെയും ജന്തുക്കളെയും ഒക്കെ സംരക്ഷിക്കണമെന്ന് ആ രാമതത്വത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നില്ലേ? ഇങ്ങനെ ജടായുസ്തുതി. അത് കഴിഞ്ഞ് രാവണ യുദ്ധം നടക്കുന്നു. അവിടെ ഈ രാമൻ ആ രാവണനിൽ നിന്ന് യുദ്ധം നടത്തി രാജ്യം പിടിച്ചെങ്കിലും അത് വിഭീഷണനാണ് അഭിഷേകം ചെയ്യും. പിന്നെ രാമനോടെ അതൊന്നും കൈപ്പിച്ചുകൊണ്ട് നിർത്തുന്നില്ല. രാമാഭിഷേകത്തിനായി തയ്യാറാകുന്നില്ല. ലങ്കാരാജ്യത്ത് നിന്ന് തീർച്ചയായിട്ടും വിഭീഷണൻ മാത്രമാണ് അവിടെ സത്വഗുണ പ്രധാനമായി രാമനെ സഹായിച്ചത്. മറ്റുള്ളവരെല്ലാം ആസുരീകന്മാര്, ആസുരീക പുത്രരായാലും രാവണന്റെ കൂടെയുള്ളവരായിരുന്നു. അവിടെ രാവണന്റെ ഭാര്യ മണ്ഡോദരി പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ദുഷ്ടനാം നീചനുമായി ഇവൻ ചെയ്ത ഒരു കർമ്മം കൊണ്ട് എനിക്ക് ഈ രാജ്യത്തിനും എന്റെ കുലത്തിനും വംശത്തിനും ഒക്കെ നാശം സംഭവിച്ചു. അങ്ങനെ നമ്മുടെ ഓരോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഒക്കെ നാശം സംഭവിക്കുന്നുണ്ട്. ഒരുത്തൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തി കൊണ്ട് ആ ദേശത്തെയോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെയോ അല്ലെങ്കിൽ ആ ബന്ധുക്കൾ മുഴുവനോ ശത്രുവായി ഭവിക്കുന്ന ഒരവസ്ഥ ഇവിടെ രാവണൻ ചെയ്ത ഒരു കുഴപ്പം കൊണ്ട് ലങ്കാരാജ്യം മുഴുവൻ കത്തിയിരിക്കേണ്ട ഇടവന്നു എന്ന് രാവണന്റെ ഭാര്യ പറയും. ഇതൊക്കെ നാം പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ തരത്തിലും നാം ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും ഈശ്വരീയമായിരിക്കണമെന്നും ആ ഈശ്വരീയമായ പ്രവൃത്തികളിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെ എന്നുമുള്ള ചിന്തയിലേക്ക് വരണം. അത് നിരന്തരമായി രാമായണം പാരായണം ചെയ്യുകയും ആ രാമായണത്തിന്റെ അർത്ഥത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആരായി ജീവിക്കണമെന്ന് നാം തീരുമാനിച്ച് ആ വഴികളിലേക്ക് നാം തിരിയണം. ഓരോ കുട്ടികളും നിരന്തരമായി ഓരോ ദിവസം ഇത് കുറച്ച് ഭാഗങ്ങളും പാരായണം ചെയ്ത്, ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബിലൊക്കെ കയറിയാൽ ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ ആചാര്യന്മാരും പറയുന്നുണ്ട്. അതൊക്കെ ഒരു അരമണിക്കൂർ സമയം കേട്ട് പിടിക്കുക. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയത് നമുക്ക് 24 മണിക്കൂറും ഈ മറ്റു കാര്യങ്ങളിലേക്ക് നാം തിരിച്ചുവിടുന്ന ശ്രദ്ധ അരമണിക്കൂർ സമയം നിരന്തരം തന്റെ മനുഷ്യ ആ മാഹാത്മ്യം, ഞാൻ
മനുഷ്യനായി ജനിച്ചത് വെറും ഉണ്ണാനും ഉറങ്ങാനും മാത്രമല്ല, ഈ വേറെയും ധർമ്മങ്ങളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭഗവാനിലേക്ക് എത്തുവാനുള്ള വഴിയിലേക്ക് ഇത് നിരന്തരം നാം പാരായണം ചെയ്യുക, പഠിക്കുക, ആ അറിവുകളോട് ചോദിക്കുക, സത്സംഗങ്ങളിൽ ഇത് എഴുതുക. രാമായണം ഈ കർക്കിടക മാസം മാത്രം നമ്മൾ ഒപ്പിയെടുത്ത് വായിക്കാതെ രാമൻ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പഠിച്ച് ആ രാമനായി പഠിക്കാൻ ഇങ്ങനെ ആത്മാരാമനായി തീരാം. അതുപോലെ തന്നെ ഇവിടെ സേവനങ്ങൾ ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. വിദ്യാഭ്യാസം ഇങ്ങനെ ചെയ്യും, ആ വിദ്യാഭ്യാസം ആത്മ ഈ ജ്ഞാനം നിനക്ക് അറിവ് ഇല്ലായ്മയിൽ നിന്ന് നിനക്ക് അറിവിലേക്ക് വരണമെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാം. വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മഹത്വം എന്നൊക്കെ രാമൻ അവിടെ